ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിപ്റ്റോമൈനിങ് ഗരാജ്. ക്രിപ്റ്റോമൈനിങ് ഗരാജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ജസ്റ്റ് ഒരു അപ്ഡേറ്റ് വീഡിയോ ആണ്. ഇതിലിപ്പോൾ കാണാം, ഒരു കാർഡ് എക്സ്ട്രാ വന്നിട്ടുണ്ട്. ഇതിലും കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ റിഗിൽ. അപ്പോൾ ഒരു ചെറിയൊരു അപ്ഡേറ്റ് വീഡിയോ ആണ്. പിന്നൊരു പുതിയ കാർഡും കൂടി വന്നിട്ടുണ്ട്. ഇതും കൂടി ഒന്ന് ആഡ് ചെയ്യണം. ഒരു 3070 Ti പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാർഡും കൂടി ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യണം. അത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വാങ്ങിയത് ഒരു യൂസ്ഡ് കാർഡാണ്, 2070 സൂപ്പർ ഗിഗാബൈറ്റിൻ്റെ. കുറച്ച് കാലമായിട്ട് അത് വാങ്ങണം എന്നൊരു മൈൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു പ്രൈസിന് കിട്ടിയപ്പോൾ വാങ്ങി. ഗിഗാബൈറ്റിൻ്റെ 2070 സൂപ്പറാണ്. പിന്നെ എല്ലാവർക്കും അറിയാം, ഇപ്പോൾ LHR അൺലോക്കായി, ഹാഷ് റേറ്റ് എല്ലാം നല്ലോണം കൂടിയിട്ടുണ്ട്. അതിനനുസരിച്ച് ഡിഫിക്കൽറ്റിയും കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട്. പക്ഷേ ഹാഷ് റേറ്റിൽ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ പ്രൈസ് ഡ്രോപ്പ് കാരണം നമുക്ക് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് അറിയുന്നില്ല. ഇത്തിരി നന്നായി പ്രൈസ് കുറഞ്ഞുകൊണ്ട് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് കറക്റ്റായിട്ട് അറിയുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ഈ കുറച്ച് അറേഞ്ച്മെൻറ്റ്സ് ചെയ്തതിന് ശേഷം കാർഡ് എങ്ങനെ വെക്കാം എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഈ റിഗിലായിരിക്കും വെക്കുക, നമ്മുടെ ഫസ്റ്റ് റിഗിലായിരിക്കും വെക്കുക. ഈ റിഗ് 3060, ഇതിപ്പോൾ കംപ്ലീറ്റ് 3060 ആക്കി. നമ്മുടെ പഴയ റിഗിലുണ്ടായിരുന്നൊരു 3060 എടുത്തതിൽ വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം 5 3060 എന്നുള്ള ലെവലിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ കൊല്ലത്ത് ജനുവരി ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 5 3060 വെക്കണം, ഈ റിഗ് ഫില്ല് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 3070 Ti കൂടി നമുക്ക് ഈ റിഗിലേക്ക് ആഡ് ചെയ്യാം. കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ചുകൂടി കാർഡ്സ് അടുപ്പിച്ച് വെച്ചിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കണക്ഷൻസൊക്കെ ഓൾമോസ്റ്റ് തീർത്തിട്ടുണ്ട്. ഇനി കാർഡ് കണക്ട് ചെയ്താൽ മതി. പവർ കേബിൾസ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ 650 വാട്ട്സ് എന്നാണ് പവർ കൊടുക്കുന്നത് കാർഡിലേക്ക്. പിന്നെ റൈസറിലേക്ക് പവർ കൊടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ 650 വാട്ട്സിൽ ആ കാർഡ് മാത്രമേ പവർ ചെയ്യുന്നുള്ളൂ. ബാക്കിയെല്ലാം 750 കൊടുത്തിട്ടുണ്ട്. നോക്കാം, അതിൽ 5 കാർഡ് കൊടുത്തിട്ടുണ്ട് 750. ഇനി എന്തായാലും ഒരു പവർ സപ്ലൈ കൂടി ഭാവിയിൽ വാങ്ങേണ്ടി വരും. കാരണം കുറച്ച് കാർഡ്സിൻ്റെ എണ്ണം കൂടി. പിന്നെ വേറെ കുറച്ച് പ്രൊജക്ട്സ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് ഞാൻ പവർ സപ്ലൈ വാങ്ങാത്തത്. അതിനെക്കുറിച്ച് ഞാൻ പറയാം, ലൈറ്റർ ഈ വീഡിയോയിൽ പറയാം. അപ്പോൾ നമുക്കിനി ഇത് അൺബോക്സ് ചെയ്യാം. ഈ കാർഡൊന്ന് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം എങ്ങനെയാണ്. അപ്പോൾ ഇതാണ് കാർഡ്. INNO3D X3 എന്ന മോഡലാണ്. അപ്പോൾ നമുക്കിനി പ്ലാസ്റ്റിക് ഒന്ന് പീൽ ചെയ്യാം. ഇത് ബാക്കിയുള്ള കാർഡ് വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് ഹെവിയാണ്. സോടെക്കിനെക്കാട്ടിലും അതേപോലെ കളർഫുള്ളിനെക്കാട്ടും കുറച്ചുകൂടി ഹെവിയാണ് കാർഡ്. എടുക്കുമ്പോൾ നമുക്ക് കുറച്ചധികം വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല കൂളിംഗ് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോടെക്കൊക്കെ കുറച്ച് മെമ്മറി ടെമ്പറേച്ചർ കൂടുതലാണ്. അപ്പോൾ നമുക്കിനി ഇത് ഫിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് HiveOSൽ കയറി ചെക്ക് ചെയ്യാം എന്തൊക്കെയാണ് ഇതിൻ്റെ പെർഫോമൻസ്, എത്ര ഹാഷ് റേറ്റ് കിട്ടുന്നുണ്ട്, 80+ കിട്ടണം, എത്ര മെമ്മറി ടെമ്പറേച്ചർ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഡീറ്റെയിലൊക്കെ ഇത് കണക്ട് ചെയ്തതിന് ശേഷം നോക്കാം. അപ്പോൾ ആ കാർഡ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. HiveOSൽ കാണിച്ചു, ഇറ്റ്സ് റണ്ണിങ് ഗുഡ്. നമുക്ക് ഏകദേശം നല്ലൊരു ഹാഷ് റേറ്റ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് നേരമായിട്ടുള്ളൂ റൺ ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ മെമ്മറി ടെമ്പറേച്ചറൊന്നും അധികം കയറിയിട്ടില്ല. ഇപ്പോൾ നോക്കുമ്പോൾ നോർമലായിട്ട് തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു 6 hours കഴിഞ്ഞ് നോക്കാം നമുക്ക് എത്ര ടെമ്പറേച്ചർ പോകുന്നുണ്ടെന്ന്. ഇപ്പോൾ ഏകദേശം ഒരു 86 ആ ലെവലിലാണ് മെമ്മറി ടെമ്പറേച്ചർ നിൽക്കുന്നത്. അത് നല്ലതാണ്. 90+ അല്ലെങ്കിൽ 100+ പോകുമ്പോഴേ നമുക്ക് ഇഷ്യൂസ് ഒരുപാട് വരുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഇരിക്കുന്ന ടെമ്പറേച്ചർ നല്ലതാണ്. അപ്പോൾ ആസ് സച്ച് കാർഡിന് വലിയ കുഴപ്പമില്ല. കൂളിംഗ് വെയിറ്റും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ കൂളിംഗ് നല്ലോണം ഉണ്ട് കാർഡിന്. അപ്പോൾ ഇതാണ് ഇന്നത്തെ അപ്ഡേറ്റ്. അപ്പോൾ നമുക്കിനി HiveOSൽ പോയിട്ട് എത്ര ഹാഷ് റേറ്റ് കിട്ടുന്നുണ്ട് നോക്കാം. നമ്മൾ HiveOS ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് കിട്ടുന്ന ടോട്ടൽ ഹാഷ് റേറ്റ് ഇപ്പോൾ LHR അൺലോക്കിന് ശേഷം കിട്ടുന്ന ഹാഷ് റേറ്റ് ഇപ്പോൾ പുതിയ കാർഡും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. 555.9 ഹാഷ് റേറ്റാണ് കിട്ടുന്നത്. ഇത്തേരിയം ആണ് മൈൻ ചെയ്യുന്നത്. ഇപ്പോൾ ഡയറക്റ്റ് ഇത്തേരിയം അല്ല മൈൻ ചെയ്യുന്നത്. നമ്മൾ ആക്ച്വലി ഞാൻ ഇത് കണ്ടില്ല, NICEHASH മൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇത്തേരിയം മൈൻ ചെയ്തിട്ട് ബിറ്റ്കോയിനിലാണ് ഞാനിപ്പോൾ പേയ്മെൻറ്റ് എടുക്കുന്നത്. ഞാനപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കാം, കമ്പയർ ചെയ്ത് നോക്കാം. ഒരു 15 ഡേയ്സ് രണ്ടും മൈൻ ചെയ്തിട്ട്, ഇത്തേരിയം മൈൻ ചെയ്ത് BTC മൈൻ ചെയ്തിട്ട് ഏതാണ് ഇപ്പോൾ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ തന്നെ ബെനിഫിറ്റ് കൂടുതൽ കിട്ടുന്ന, % ഇൻക്രീസ് വരുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു 1 month 15 ദിവസം ഇത്തേരിയം 15 ദിവസം NICEHASH മൈൻ ചെയ്ത് നോക്കുക.
എത്ര ഏകദേശം ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടെന്ന്. അപ്പോൾ നമ്മുടെ കാർഡിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 3070 Ti ആണ്. അത് 80.99 ഹാഷ് റേറ്റ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ടെമ്പറേച്ചർ നോക്കുകയാണെങ്കിൽ നമ്മൾ സേഫ് റേഞ്ചിലാണ് കിടക്കുന്നത്. 54 ഡിഗ്രി കോർ ടെമ്പറേച്ചറും 84 ഡിഗ്രി മെമ്മറി ടെമ്പറേച്ചറും കിടക്കുന്നത്. അതേപോലെ ഞാൻ കൊടുത്തിരിക്കുന്ന ഓവർ ക്ലോക്ക് സെറ്റിങ്സ് ആണിത്. ഫാന് 90% കൊടുത്തിരിക്കുന്നത്. 900 കോറും കൊടുത്തിട്ടുണ്ട്. മെമ്മറി 2600 കൊടുത്തിട്ടുണ്ട് മെമ്മറി. പവർ ലിമിറ്റ് 200 കൊടുത്തിട്ടുണ്ട്. പക്ഷേ കോർ ക്ലോക്ക് ആയതുകൊണ്ട് പവർ 194 മാക്സിമം എടുക്കുന്നുണ്ട്. നമ്മൾ റൂട്ടിൽ കയറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം ഏകദേശം 54-86 എന്ന ലെവലിലാണ് നിൽക്കുന്നത്. അത് 86 ആൻഡ് 84 ഇടയിൽ കിടന്ന് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സേഫ് റേഞ്ചാണ്. ആസ് സച്ച് സേഫ് റേഞ്ചിലാണ് കിടന്ന് കളിക്കുന്നത്. അപ്പോൾ ഇഷ്യൂസ് ഒന്നും വരില്ല. ആകെ ഇപ്പോൾ എനിക്ക് ടെമ്പറേച്ചർ ഇഷ്യൂസ് എന്ന് പറയാനുള്ളത് ഈ 3060 Ti മാത്രമാണ്. അത് MSIയുടെ കാർഡാണ്. ഇന്ത്യയിലുള്ള MSIയുടെ കാർഡ് ഏകദേശം എല്ലാം കുറച്ച് ടെമ്പറേച്ചർ കൂടുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല. എനിക്ക് മാത്രമുള്ള ഇഷ്യൂ ആണോ എന്നറിയില്ല. അപ്പോൾ അതേപോലെ തന്നെ എനിക്ക് ഈ 3060 Tiയിൽ മെമ്മറി ഇപ്പോൾ സിലിക്കൺ ലോട്ടറി എന്ന് പറയുമല്ലോ, മെമ്മറി ക്ലോക്ക് മാക്സിമം 1850 പോകാൻ പറ്റുന്നുള്ളൂ. അതിന് മേലേക്ക് പോയി കഴിഞ്ഞാൽ കാർഡ് ക്രാഷ് ആവും. മേ ബി അൺലക്കി. ഇനി നമ്മൾ സെക്കൻഡ് റിഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം 3060 ആണ്. അത് ഏകദേശം 49.5 റേഞ്ചിൽ ഹാഷ് റേറ്റ് കിട്ടുന്നുണ്ട്. ടോട്ടൽ 247.6 ഓൾമോസ്റ്റ് 250 ഹാഷ് റേറ്റ് കിട്ടുന്നുണ്ട്. അതിൻ്റെ ഓവർ ക്ലോക്ക്സ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. 1510 2650 അതാണ് ഓവർ ക്ലോക്ക്സ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ ഇപ്പോൾ ഏകദേശം ഇതിലൊരു 6 കാർഡും അതിലൊരു 5 കാർഡ് 11 കാർഡായിട്ടുണ്ട്. ഇനിയും കാർഡ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുതിയ റിഗ് ചെയ്യണം. അപ്പോൾ ഞാൻ അതിന് പുതിയൊരു സംഭവം ചെയ്യാമെന്ന് ആലോചിക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ HiveOSൽ ടോട്ടൽ കിട്ടുന്ന ഹാഷ് റേറ്റ് ഓൾമോസ്റ്റ് 55655 എന്ന റേഞ്ചിലാണ് ഏകദേശം കിട്ടുന്നത്. അപ്പോൾ HiveOSലെ ഹാഷ് റേറ്റ് അപ്പോൾ നമ്മൾ നോക്കിയതില്ലേ, അറൗണ്ട് 81 ഹാഷ് റേറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി പുതിയ കാർഡുകൾ ആഡ് ചെയ്യണമെങ്കിൽ എനിക്ക് റിഗ് ഇനിയും അപ്ഡേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ പുതിയ റിഗ്സ് വാങ്ങണം. ഈ റിഗ് ഓൾമോസ്റ്റ് എല്ലാം 2 റിഗ് ഫില്ലായി. അപ്പോൾ ഞാനൊരു പുതിയ മെത്തേഡ് നോക്കുന്നുണ്ട്. ഒരു എന്താ പറയുക, സെർവർ കേസാണ്. ഇതിൽ 8 കാർഡ് വയ്ക്കാം. അപ്പോൾ ഇത് ഞാൻ വെച്ചാൽ കൊള്ളാം എന്നുണ്ട്. ഇതൊരു കസ്റ്റമർക്ക് വേണ്ടി വാങ്ങുന്നതാണ്, ഒരു കസ്റ്റമർ പ്രൊജക്റ്റാണ്. അപ്പോൾ അതിൻ്റെ കാർഡ്സൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. 3060യുടെ ഒരു ബിൽഡാണ്. 8 കാർഡിൻ്റെ ഒരു കിറ്റാണ് വരുന്നത്. അതിൻ്റെ പവർ സപ്ലൈ ആണ് 2500 വാട്ട്സിൻ്റെ പവർ സപ്ലൈ വരുന്നത്. അപ്പോൾ താഴെയും ഒരു കേസ് ഇരിക്കുന്നുണ്ട്. അതിൽ ഇൻബിൽഡ് ഇപ്പോൾ റൈസർലെസ് മദർ ബോർഡാണ് വരുന്നത്. അതേപോലെ അതിൽ ഫ്രണ്ടിൽ 4 ഫാൻസ് വരുന്നുണ്ട്. 140 mm ഹൈ സ്പീഡ് ഫാൻസാണ് വരുന്നത്. അതുകൊണ്ട് കൂളിങ്ങിന് ഇഷ്യൂ ഒന്നും വരില്ല. അപ്പോൾ ഞാൻ ഈ കേസിലേക്ക് അപ്ഗ്രേഡ് ആയാലോ എന്നാണ് ആലോചിക്കുന്നത്. സെർവർ കേസ് ആകുമ്പോൾ നമുക്ക് ഒന്ന് കാർഡ് സേഫായിരിക്കും, പൊടി കാര്യങ്ങളൊന്നും പിടിക്കില്ല, ഓപ്പൺ അല്ല, ക്ലോസ്ഡ് ആണ്. ടെമ്പറേച്ചറും കുറച്ച് അധികം ഇപ്പോൾ ഇത്തീരിയത്തിന് ശേഷം ഫ്ലക്സിലേക്കോ റേവൻ കോയിനിലേക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടെമ്പറേച്ചർ കുറച്ചുകൂടി കൺട്രോൾ ആവുമെന്ന് വിചാരിക്കുന്നുണ്ട് സെർവർ കേസിൽ. അപ്പോൾ നെക്സ്റ്റ് അപ്ഗ്രേഡ് മേ ബി സെർവർ കേസിലോട്ടായിരിക്കും. ഞാൻ ആ 3060യുടെ റിഗ് ഡിസ്മാൻഡിൽ ചെയ്തിട്ട് 5 കാർഡ് ഇപ്പോൾ വെക്കാം, എന്നിട്ട് നമുക്കത് 8 കാർഡിലേക്ക് കൊണ്ടുപോകാം എന്നുള്ളതാണ് നെക്സ്റ്റ് പ്ലാൻ ചെയ്യുന്നത്. നോക്കാം. അപ്പോൾ മേ ബി ഈ റിഗ് കൊടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആരെങ്കിലുമൊക്കെ താല്പര്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ ഈ റിഗ് തരാം. മദർ ബോർഡ് കാര്യങ്ങൾ, പവർ സപ്ലൈ 50 വാട്ട്സ് അങ്ങനെ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരു പുതിയ കാർഡിൻ്റെ ഇൻസ്റ്റാളേഷനാണ് ഉദ്ദേശിച്ചത്. 3070 Ti ആദ്യമായിട്ടാണ് വെക്കുന്നത്. അതേപോലെ ഞാൻ ഈ 2070 സൂപ്പറിൻ്റെ വീഡിയോ ചെയ്തില്ല. അതൊരു ആദ്യം ഈ യൂസ്ഡ് കാർഡ് ആയതുകൊണ്ട് പിന്നെ ഇത് ഞാനൊരു വീഡിയോ ചെയ്യാൻ പറ്റി. സത്യം പറഞ്ഞാൽ ആ സമയത്ത് ഒരു വേറെ വർക്കുമായിട്ട് ബിസി ആയതുകൊണ്ട് ചെയ്യാത്തതാണ്. അപ്പോൾ കുറേ ഈ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. അപ്പോൾ അടുത്ത അപ്ഡേറ്റ് ഒരു സ്പെഷ്യൽ അപ്ഡേറ്റ് ആവട്ടെ, നല്ലൊരു അപ്ഡേറ്റുമായിട്ട് വരാം. സീ യു ഗൈസ്. ബൈ, ടേക്ക് കെയർ.